ഇവർക്ക് രണ്ടുപേർക്കും ദുർഗയോട് ഒരു ചെറിയ ക്രഷ് ഉണ്ട്. ക്രഷാ? ആ, ആരെ അക്സെപ്റ്റ് ചെയ്യും, ആരോട് ഓക്കെ എന്ന് തിരിച്ചൊരു ക്രഷ് തോന്നും? ഇല്ല, രണ്ടുപേരും എന്റെ ടൈപ്പ് അല്ല. ആണല്ലേ? ആദ്യമേ മനസ്സിലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഐസ് ബ്രേക്ക് എപ്പോഴായിരുന്നു? ഐസ് ബ്രേക്ക് ഞങ്ങൾ ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് ചെന്നപ്പോ മൂന്നുപേരും കൂടെ ഐസ് ബ്രേക്ക്. ഓക്കെ, ധ്യാൻ ചേട്ടാ. ഐസ് ബ്രേക്കും ഇമാജിനേഷനും കൂടുന്നുണ്ട്. ഓക്കെ, ധ്യാൻ ചേട്ടാ, ഇവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറൽ അയക്കുന്ന ഒരു വീഡിയോ ആണ്, വിനീതേട്ടൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. ധ്യാൻ ചേട്ടൻ ഷോർട്സ് ഇട്ടുകൊണ്ട് ഓട്ടോയിൽ പോയി വർഷങ്ങൾക്ക് മുൻപേ ഡബ് ചെയ്യാൻ പോകുന്നത്. ആ, വർഷങ്ങൾക്ക് ശേഷം. ട്രൗസർ പോയപ്പോ അല്ല, വർഷങ്ങൾക്ക് ശേഷം അത് ഡബ് ചെയ്യാൻ വേണ്ടിട്ട് ചെന്നൈയില് ഡബ് ചെയ്യാൻ പോയപ്പോ വർഷങ്ങൾക്ക് ശേഷം സിനിമ. ഓക്കെ ഓക്കെ, അന്നാണെങ്കിൽ ചേട്ടാ, അപ്പൊ അതിനടിയിൽ കൊറേ കമന്റ്സ് ട്രൗസറിന്റെ അടിയിലാ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ്. ചേട്ടനാണെങ്കിൽ വിനീതേട്ടന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, സത്യത്തിൽ എന്തായിരുന്നു, എന്തിനാണ് ഓട്ടോയിൽ പോകേണ്ടി വന്നത്? ഒന്നുമില്ല, ചെന്നൈ യാത്ര ചെയ്യാൻ ഏറ്റവും സുഖം ഓട്ടോ. പിന്നെ ആ ട്രാഫിക്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി വരാനും. ഞാൻ പറഞ്ഞു പ്രൊഡക്ഷന്റെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വണ്ടി വേണ്ട, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടുന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ എത്താനും ചെന്നൈയിൽ നമ്മൾ എയർപോർട്ടിലേക്ക് കിടക്കുമ്പോൾ ഓട്ടോ അല്ലെങ്കിൽ ബൈക്കിലായിരിക്കും, കാരണം അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എത്തുക. ഇപ്പം ധ്യാൻ ചേട്ടാ, ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു പിശുക്ക് കൊണ്ടൊക്കെ ആയിരിക്കുന്നു. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ആരൊക്കെ പറഞ്ഞു കോമന്റ്സ്, അതിനകത്ത് ഒരുപാട് കോമന്റ്സ് ഉണ്ട്. അത് മാത്രമല്ല ചേട്ടാ, ചേട്ടൻ ഞാൻ ഒരു പ്രൊഡക്ഷന്റെ താഴെയല്ലേ വർക്ക് ചെയ്യുന്നത്. ഏത് ട്രൗസർ ഇട്ടുകൊണ്ടാണ് പിശുക്കെന്ന് പറഞ്ഞത്? അല്ല, ഓവറോൾ അന്നത്തെ ഒരു ഇതില്ലേ, അന്നത്തെ ഒരു ആംബിയൻസില്. ഓക്കെ ചേട്ടാ, അത് മാത്രമല്ല, ഇപ്പം വിനീതേട്ടൻ ഒരു ഫോട്ടോയും കൂടെ ഷെയർ ചെയ്തായിരുന്നു, നിങ്ങൾ 4 പേരും കൂടെ ഉള്ളത്. അപ്പം അതിനകത്താണെങ്കിൽ പ്രണവ് മോഹൻലാൽ ഉണ്ടായിരുന്നു. അപ്പം കുറെ പേര് വീണ്ടും ചോദിച്ചിട്ടുണ്ട് പ്രണവിനോടൊരു ഇന്റർവ്യൂ തരാൻ പറ, കാരണം പ്രണവിനെ കാണാൻ കിട്ടാറേ ഇല്ല. അപ്പം എങ്ങനെയാണ് പ്രണവിനെ പറ്റി നമ്മുടെ പ്രേക്ഷകരോടൊരു 2 വാക്ക് പറയാമോ? എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയല്ലേ. അവന്റെ ലൈഫ് ഒരു ഇവിടത്തെ അല്ലേ, എനിക്കൊന്ന് ഇവിടുത്തെ ഒരുപാട് പേർക്ക് അറിയാം. ട്രാവലിങ്ങും ലാൽ സാർ തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിയോട് ചോദിക്കുന്നില്ലേ. അപ്പൊ അതൊക്കെ തന്നെ. പുള്ളി ഒരു എന്താ വെച്ചാൽ 2 വർഷം കൂടുമ്പോഴാണ് അവനൊരു സിനിമ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവന്റെ യാത്രയും എഴുത്തും, അത്യാവശ്യം നന്നായി മ്യൂസിഷ്യനാണ് അവൻ. അപ്പൊ അവന്റെ ഇനിയിപ്പോ ഇന്നലെ ഷൂട്ട് ഡബ് കഴിഞ്ഞിട്ട് അവൻ ഒരു ട്രിപ്പിന് പോയി. ഒരു 6-7 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. ഒരു പ്രത്യേകതരം ജീവിതം. ലാലയുടെ പറഞ്ഞില്ല, ലാലയുടെ ചെറുപ്പത്തില് യാത്രകളായിരുന്നു ഇഷ്ടം. പക്ഷെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലെ കുടുംബാന്തരീക്ഷം ഒന്നും അല്ലല്ലോ സാധാരണ ഒരു കുടുംബത്തില് ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോ. ഇപ്പൊ ലാലേട്ടൻ പറയണപ്പോ അവന് അതിന് പറ്റിയ അവസരമുണ്ട്, അതുകൊണ്ട് അവൻ യാത്ര ചെയ്യുന്നു, അവൻ ജോലി ചെയ്യുന്നു. എനിക്ക് അറിയുന്ന വിധത്തോളം അവൻ വീട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, അവരൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടേ അല്ല. അവൻ ജോലി ചെയ്യുന്നു. അവൻ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവൻ ട്രാവൽ ചെയ്യുന്നത്.